നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെയാണ് അവതരിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ ഉത്ഭവം മുതൽ തന്നെ തീവ്രവാദം തുടങ്ങിയ രാജ്യമാണ്. ഇന്ത്യയെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. തീവ്രവാദം ഒരു രാജ്യത്തിനും ഒരു മതത്തിനും ഭൂഷണമല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന കാഴ്ചപ്പാടുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനെ ശക്തമായി നമുക്ക് നേരിട്ടേ മതിയാവുകയുള്ളൂ. നമ്മളുടെ ചരിത്രം തന്നെ അധർമ്മത്തിനെതിരെ പടപൊരുതുന്ന ചരിത്രമാണ് ഉള്ളത്. നമ്മളുടെ ദേവീ ദേവന്മാര് തന്നെ അധർമ്മത്തിനെതിരെ നിരവധി തവണ പടവാൾ ഓങ്ങിയവരാണ്. ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാട് എപ്പോഴൊക്കെ ഇല്ലാതാകുന്നു ആ സമയത്തൊക്കെ നമുക്ക് ദുർഗതി ഉണ്ടാകാറുമുണ്ട്. ലോക സമാധാനത്തിന് ഉതകുന്ന വളരെ നല്ല ആശയമായിരുന്നു ശ്രീബുദ്ധനും ബുദ്ധമതവും ലോകർക്കായിട്ട് നൽകിയത്. എന്നിരുന്നാലും ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തോടു കൂടിയാണ് ഭാരതീയരിൽ അഹിംസാവാദവും മറ്റും തുടങ്ങിയത്. അത് ഭാരതത്തിന്റെ ഒരു പക്ഷേ നാശത്തിന് തന്നെ കാരണമായി. നാം അഹിംസ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ ശത്രുക്കൾ അതിനെ മുതലെടുക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകുകയാണ്. അങ്ങനെ ഏതാണ്ട് 2 നൂറ്റാണ്ടോളം കാലമായി ഭാരതം അതിന്റെ ദുർഗതി പേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. ഒരു തലത്തിലല്ലെങ്കിൽ പല വിധത്തിൽ. അഹിംസാവാദമൊന്നും ഒരു നാടിനെയും രക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ആക്രമിക്കാൻ വരുന്ന ഒരാളോട് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കുന്ന വിദ്യയൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. അതിന് പല്ലിന് പല്ല്, നഖത്തിന് നഖം എന്നുള്ള രീതിയിൽ കൃത്യമായി നമ്മളുടെ ദേവീദേവന്മാർ എങ്ങനെയാണോ പ്രതികരിച്ചിരുന്നത് അതേ മാർഗം തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും നമ്മളുടെ ആശയം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. എന്നെങ്കിലും ഒരു കാലത്ത് ലോകത്തിൽ സമസ്ത ജീവജാലങ്ങളും സുഖത്തിലും സന്തോഷത്തിലും ഐക്യത്തോടെയും കഴിയാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ജ്യോതിഷപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഭാവിയും യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ജ്യോതിഷപരമായിട്ടുള്ള ഇപ്പോഴത്തെ ഗോചരപ്രകാരം വിലയിരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എവർക്കും താല്പര്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആമുഖമായിട്ട് എന്റെ മുൻപ് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചൊവ്വയുടെ അതിമാരക വർഷം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 2025 എന്നുള്ളത് ചൊവ്വയുടെ അതിമാരകമായിട്ടുള്ള ഒരു വർഷമാണ്. സംഖ്യാശാസ്ത്രപ്രകാരം ചൊവ്വ അതിമാരക അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്, വർഷമാണ്. ചൊവ്വയുടെ അതിമാരകമായിട്ടുള്ള വർഷമാണ് 2025. 2025 എന്ന വർഷത്തിൽ 2, 2ഉം 1, 5ഉമാണുള്ളത്. 4ഉം 5ഉം 9 എന്ന സംഖ്യ ചൊവ്വയുടെ സംഖ്യയാണ്. 2025 സ്ക്വയർ റൂട്ട് ആകട്ടെ 45ആണ്. 4ഉം 5ഉം ചേരുമ്പോഴും 9ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചൊവ്വയുടെ മാരക വർഷമാണ് എന്ന് പറഞ്ഞത്. ഞാൻ പ്രവചിച്ചതുപോലെ പല സംഭവങ്ങളും ഉണ്ടായി. നിരവധി എയർ ക്രാഷുകൾ ഉണ്ടായി, തീപിടുത്തങ്ങൾ ഉണ്ടായി. ഇപ്പോഴും ഭാരതവും അതിന്റെ ദുരനുഭവങ്ങൾ പേറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലുണ്ടായ അതിപൈശാചികമായിട്ടുള്ള തീവ്രവാദ ആക്രമണം അതിന്റെ ഒരു ഘടകം തന്നെയാണ്. ആ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമോ? എന്തെല്ലാമാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത്? ഏതവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും? ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും മറ്റും നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഭാരതത്തിന്റെ ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. 1947 ആണ്ട് അർദ്ധരാത്രിയിൽ പൂയം നക്ഷത്രം 1-ാം പാദത്തിലാണ് ഭാരതത്തിന്റെ ജനനം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് അതീവ ദുർഘടമായിട്ടുള്ള ഒരു സമയമായിരുന്നു എന്ന് തന്നെ പറയണം. പൂയം നക്ഷത്രം കർക്കിടകൻ രാശി അഥവാ ജലരാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. സമയമനുസരിച്ചിട്ട് ഇടവം രാശി ലഗ്നമായിട്ട് അവിടെ രാഹു നിൽക്കയാൽ 2-ാം ഭാവത്തിൽ ചൊവ്വയും ഗുളികനും നിൽക്കെ 3-ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ശനി, ശുക്രൻ, ബുധൻ എന്നീ 5 ഗ്രഹങ്ങളും നിൽക്കെയാണ് ഇന്ത്യ രൂപീകൃതമായത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാകട്ടെ 6-ാം ഭാവത്തിൽ നിൽക്കുകയുമാണ്. കാളസർപ്പദോഷം, പ്രവൃജ്യായോഗം എന്നീ ദോഷയോഗങ്ങളെ പേറിക്കൊണ്ടാണ് ഇന്ത്യയുടെ രൂപീകരണം. കാളസർപ്പദോഷം, പ്രവൃജ്യായോഗം എന്നീ ദോഷയോഗങ്ങളുള്ള ജാതകമായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടേറെ നമ്മളുടെ പ്രമുഖ വ്യക്തികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദി ആക്രമണങ്ങളും മറ്റു വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം നമ്മളുടെ നിരവധി നേതാക്കൾക്ക് ജീവത്യാഗം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രവൃജ്യായോഗം എന്നാൽ സന്യാസയോഗം എന്ന് തന്നെയാണ്. സന്യാസി വര്യന്മാർക്ക് മാത്രമേ ഈ ഭാരതത്തെ ഇനിയുമുള്ള കാലത്ത് രക്ഷിക്കാൻ സാധിക്കൂ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചൊവ്വയുടെ നീചരാശിയിലുള്ള സ്ഥിതി യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം നൽകുകയാണ്.
ചൊവ്വ കർക്കിടകൻ രാശിയിൽ പൂയം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. പൂയം നക്ഷത്രം ശനിയുടെ നക്ഷത്രമാണ്. ഇപ്പോൾ ചൊവ്വ പൂയം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഏതാണ്ട് അഗ്നി മാരുത യോഗത്തിന് സമാനമായിട്ടുള്ള ഒരു യോഗം അതുമൂലം രൂപപ്പെട്ടിരിക്കുകയാണ്. ജലരാശിയും വായുകാരകനായിട്ടുള്ള ശനിയും അഗ്നികാരകത്വമുള്ള ചൊവ്വയും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയണം. ജലം, വായു, അഗ്നി തുടങ്ങിയ പഞ്ചഭൂത തത്വങ്ങളെല്ലാം വളരെ ഉച്ചത്തിലായിരിക്കുകയാണ്. ഗോചരഭാവത്തിൽ 3-ാം ഭാവം ചന്ദ്രൻ നിൽക്കുന്ന കർക്കിടകൻ രാശിയാണ്. 3-ാം ഭാവം അയൽക്കാർ, സുഹൃത്തുക്കൾ, സഹായികൾ ഇവരൊക്കെയാണ്. അയൽക്കാരായിട്ടുള്ള തീവ്രവാദികളിൽ നിന്ന് നമുക്കുണ്ടായ ഈ അനുഭവത്തെ ഒന്ന് കൂട്ടി വായിക്കുക. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ഏതെങ്കിലും ഭാവഗ്രഹം കടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തിക്കാണെങ്കിൽ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഭാരതവും നിൽക്കുന്നത്. 3-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും പാവഗ്രഹങ്ങളുടെ യോഗത്താൽ മനസ്സസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനോടൊപ്പം ശനിയും സൂര്യനും യോഗം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാരതത്തിന്റെ ദശാകാലം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചന്ദ്രദശയാണ്. 2015 സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച ചന്ദ്രദശാകാലം ഇപ്പോൾ 2025 സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. സാധക നക്ഷത്രമായിട്ടുള്ള ചന്ദ്രന്റെ ദശാകാലമാണ്. ഏതാണ്ട് ദശാസന്ധി ആരംഭിക്കാൻ പോവുകയാണ്. 4 മാസക്കാലമാണ് ദശാസന്ധി കാലമായിട്ട് പറയേണ്ടത്. അതായത് 2025 എന്നത് ഭാരതത്തെ സംബന്ധിച്ച് ദശാസന്ധി കാലമാണ്. അതിനുശേഷം വരാൻ പോകുന്നത് ചൊവ്വയുടെ 7 വർഷക്കാലം നീണ്ട മഹാദശയാണ്. അത് ഭാരതത്തെ സംബന്ധിച്ച് അത്ര നല്ല ദശാകാലമല്ല. നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിന്റെ കാലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ വരും തലമുറയെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് കടക്കാം. കാലപുരുഷന്റെ 12-ാം ഭാവത്തിൽ ശനി രാഹു യോഗം സംഭവിച്ചിരിക്കുകയാണ്. ലോകത്തിനാകെ ഈ കാലഘട്ടം മോശമാണ്. വ്യാഴത്തിന്റെ രാശിയിലാണ് ഈ യോഗം സംഭവിച്ചിരിക്കുന്നത്. വ്യാഴം ഭാരതത്തെ സംബന്ധിച്ച് 6-ാം രാശിയിൽ നിൽക്കുകയാണ്. ചന്ദ്രന്റെ 4-ാം രാശിയിലും. സുഖവും സന്തോഷവും ഒക്കെ കുറയാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അഷ്ടമാധിപനാണ് വ്യാഴം. രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ കൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരിക. 12-ാം ഭാവം എന്നത് നഷ്ടങ്ങളുടെയും രോഗാദി വീഴ്ചകളുടെയും ഒക്കെ രാശിയാണ്. യുദ്ധം ഉണ്ടാകുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഒരു പക്ഷേ പാകിസ്ഥാന്റെ തന്നെ നാശത്തിന് പാകിസ്ഥാന്റെ ജാതകപ്രകാരം കാരണമായേക്കാം. സ്വയം കൃതാനർത്ഥം എന്നാണല്ലോ. അത്തരത്തിലുള്ള അനർത്ഥങ്ങൾ അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയാം. ലോകത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിലുമൊക്കെ ഇതേപോലെ അശാന്തികൾ ഉണ്ടായേക്കാം. യുദ്ധസമാനമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ മറ്റു പലയിടത്തും ഉണ്ടാകാം. മെയ് 15 ശേഷം വ്യാഴം രാശി മാറുന്നത് അതിചാരത്തിലേക്കാണ്. ഒരുപക്ഷെ അത് ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചേക്കാം. എന്നിരുന്നാലും വരാൻ പോകുന്ന നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള കരുതൽ എന്ന നിലയിൽ നമുക്കിതിനെ കാണാം. 7-ഉം 12-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് സമ്പത്തിന്റെ ഭാവമായിട്ടുള്ള 2-ൽ നിൽക്കുന്നത്. സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ കുറെ കാലങ്ങൾ നശിപ്പിച്ചു എന്നുള്ളതിന്റെ സൂചന കൂടി നമുക്ക് അതിലൂടെ പറയാം. എന്തായാലും വരുംകാലം ഇന്ത്യയുടെ തന്നെ ആകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 3-ാം ഭാവത്തിലെ പ്രവൃജ്ഞായോഗം അഥവാ സന്യാസ യോഗം അതിന്റെ സൂചന തന്നെയാണ്. അവിടെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രനും സമ്പത്തിന്റെ അധികാരിയായിട്ടുള്ള ബുധനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശനിയും ഒന്നിച്ച് യോഗം ചെയ്യുകയാണ്. അതൊക്കെ നമുക്ക് ഭാവിയിലേക്ക് പ്രത്യാശ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം. ആകാശയുദ്ധത്തിലും കടൽ മാർഗത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകും. ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന പല സംഭവങ്ങളും ഭാരതത്തിന് ഗുണപരമായിട്ട് ഉണ്ടാകും എന്ന് തന്നെ പ്രത്യാശിക്കാം നമുക്ക്. മനസ്സിന്റെ അധിപനായിട്ടുള്ള ചന്ദ്രന്റെ രാശിയിലൂടെ ചന്ദ്രൻ നിൽക്കുന്നതിന് മുകളിലൂടെ പാപഗ്രഹത്തിന്റെ യോഗം പോകുമ്പോൾ, അഗ്നിമാരുത യോഗം പോകുമ്പോൾ ഭാരതത്തിന് അശാന്തിയുടെ നാളുകളാണ് വരുന്നത്. പക്ഷെ ആ അശാന്തിയൊക്കെ നമുക്ക് നല്ല നാളേക്കായിട്ട് ഉള്ള കരുതലായിട്ട് കണക്കാക്കാം. ഇനിയും ഒട്ടേറെ പരീക്ഷണങ്ങൾ ഭാരതത്തിന് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഒക്കെ നേരിടേണ്ടി വന്നേക്കാമെന്ന് ഇപ്പോഴത്തെ ഗോചരത്തിലൂടെയും നിമിത്തങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാകുന്നു. കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളൊക്കെ അറിയുന്ന പക്ഷം നിങ്ങളെ അത് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. എല്ലാ പൗരന്മാരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മളുടെ തത്വം. എന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ സ്വന്തം സുരക്ഷ നോക്കേണ്ട കാലമാണ്. അതിനായിട്ട് എല്ലാ പൗരന്മാരും ഒത്തൊരുമിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.